വിനീത, റാസൽ ഖൈമയില് ഒരു പ്രേതാലയം ഉള്ളതിനെ കുറിച്ച് അറിയാം? റാസൽ ഖൈമയിൽ ഒരു പ്രേതാലയം മാത്രമല്ല, അവിടെ ഒരു പ്രേത ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം വരെയുണ്ട് റാസൽ ഖൈമയിൽ. അതായത് 1985 1985 റാസൽ ഖൈമയിലെ റൂളർ ഫാമിലിയിൽ പെട്ട ഷെയ്ഖ് അബ്ദുൽ അസീസ് 25,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് നിർമ്മിച്ചു. ഏകദേശം 35 to 40 മുറികൾ വരെ ഉണ്ട് അവിടെ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വീടിന്റെ അറിയാം 3 to 4 റൂംസ്, മാക്സിമം പോയാൽ ഒരു 5,000 സ്ക്വയർ ഫീറ്റ്. 25,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹം അവിടെ താമസിച്ചു, വർഷങ്ങളോളം അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, രാത്രികാലങ്ങളിലുള്ള അപശബ്ദങ്ങൾ, പിന്നെ അല്ലാതുള്ള പല ബുദ്ധിമുട്ടുകളും വന്ന് അദ്ദേഹം പിന്നെ അവിടുന്ന് താമസം മാറണ്ടേ. പിന്നെ അദ്ദേഹം താമസം മാറിപ്പോയതിനെ കുറിച്ച് വല്ലാതെ റൂമേഴ്സ് അവിടെ പരക്കാൻ തുടങ്ങി. ആളുകൾ പറയാൻ തുടങ്ങി അവിടെ പ്രേതങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സംസാരങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ അതൊരു പ്രേതാലയമായി മാറി. പിന്നീട് അദ്ദേഹം ആ വീട് വിറ്റു. ആ വീട് വിറ്റതിന് ശേഷം റാസൽ ഖൈമയിലെ തന്നെ ഒരു വ്യക്തി ആ ഒരു വീട് മേടിച്ചു. അദ്ദേഹമാണ് ഈ കഥയ്ക്ക് ടൂറിസത്തിന് ഒരു സാധ്യത ഉണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ടൂറിസത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു. ഇപ്പൊ റാസൽ ഖൈമയിലെ നമ്മൾ തന്നെ അറിയുണ്ടാവും, വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് ഡെസ്റ്റിനേഷൻ ആണ് ഈ പ്രേതാലയം, അതായത് ദ ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് റാസൽ ഖൈമ.